ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് ഞങ്ങളുടെ ബാക്ക് ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും ഗൈസ്. ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ചിന്റെ പേര് എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പലർക്കും ഈ ചലഞ്ച് എന്താണെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് തന്നെ ഇതിനൊരു പേരും പ്രത്യേകിച്ച് ഇട്ടിട്ടില്ല. നമ്മൾ ഈ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു തരും. ഈ ചലഞ്ച് എന്ന് പറയുന്നത് ഞാനും ഫസ്റ്റിനകത്തെയും രണ്ട് സൈഡിലായിട്ട് ഇരിക്കും. അതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇത്തത്താടെ കയ്യിലൊരു സാധനം കാണും, എൻ്റെ കയ്യിലും ഒരു സാധനം കാണും. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല, കാരണം ഇത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതെ, ഇത് നടുക്ക് വെച്ച് നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നുണ്ട്. അതെ അതെ അതെ, തമ്മിൽ കാണാനോ കയ്യിൽ എന്താണ് ഇരിക്കുന്നതെന്നോ അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിവ പറയും ഇത് ഇന്ന സാധനമാണെന്ന് പറയും. അതായത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ എനിക്കത് ശരിയായിട്ട് പറയാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ലിപ്സ്റ്റിക് ആണെങ്കിൽ എനിക്കത് ലിപ്സ്റ്റിക് ആണെന്ന് പറയാം. അപ്പോ അല്ലെങ്കിൽ നമുക്ക് അല്ലാന്നും പറയാം. ഇപ്പൊ സപ്പോസ് ഞങ്ങൾ രണ്ടുപേരും എടുത്തിരിക്കുന്ന സാധനങ്ങൾ അല്ലാന്നാണ് പറയുന്നതെങ്കിൽ നമ്മള് ഓരോ ഇത് വെച്ച്, അതായത് അത് കൊട്ടി നോക്കിയോ ചൊരണ്ടി നോക്കിയോ അതിന്റെ സൗണ്ട് വെച്ചിട്ടൊക്കെ നമ്മൾ അയാളുടെ കയ്യിൽ എന്തോ ഇരിക്കുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ലിപ്സ്റ്റിക് ആണ് ഇപ്പൊ എടുത്തെങ്കിൽ ഇവിടെ അങ്ങനെ അറിയാതെ ലിപ്സ്റ്റിക് ആണെന്ന് കണ്ടുപിടിക്കണം. ലിപ്സ്റ്റിക്കിന് ലിപ്സ്റ്റിക്കിന്റേതായിട്ടുള്ള കുറച്ച് കാണാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ഓരോരോ കാര്യങ്ങൾ അതായത് നിലത്തിടുക. അല്ല, ഇപ്പം ലിപ്സ്റ്റിക് എടുത്തിട്ട് നമ്മൾ എന്റെ കയ്യിൽ ബോളായിരിക്കുന്ന നമ്മൾ ബോൾ നെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് നെക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പിടിക്കും. അങ്ങനെ പിടിക്കും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ കളി തുടങ്ങുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംഭവം നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ പോയി എടുത്തോ. ഫസ്റ്റ് എന്റെ സാധനം നമുക്ക് പോയി എടുത്തിട്ട് വരാം. നീ ഇപ്പോ ഞാൻ കണ്ടുവെച്ച ഓൾറെഡി റൂം കാണില്ലേ, അകത്തോട്ട് കയറി അവളെ കാണിക്കുള്ള സാധനം ഉണ്ട്, കാണിച്ചു തരാം. നമ്മളിത് പേനയാണെന്നാണ് പറയുന്നത്, പക്ഷെ നമ്മളത് ലാക്മിയുടെ കരിയാണ്. ഉറപ്പ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഇവിടെ ഗൈസ്, നമ്മൾ രണ്ടുപേരും അങ്ങനെ രണ്ട് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതും ഞാൻ ഇതും കാണാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അപ്പൊ ഫസ്റ്റ് നീ തുടങ്ങിക്കോ. നമ്മുടെ കയ്യിൽ എന്തോ ഉള്ളത് നമ്മൾ പറയണം. അത് ശരിയുള്ളത് മറന്നുപോയി. തടയിൽ എന്താ ഉള്ളത്? ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പെന്ന്. ഞാനും പെൻ. അവിടെ പൊരുത്താട്ടോ. ഇത് രണ്ടും സെയിം സാധനമായി പോയല്ലോ. അതൊന്ന് ഊരിയിട്ടടക്ക്. അടച്ചോ? ഒന്നുകൂടെ ചെയ്തേ. അത് വെച്ച് ടേബിളിൽ ഇങ്ങനെ എഴുത് എന്തെങ്കിലും. അതെയാ? ഒന്ന് ഇട്ടൊന്ന് അടിച്ചേ. എങ്ങനെ തറയിലോട്ട് അടിച്ചേ. പേനക്ക് ഇത്ര ശബ്ദവും. ഒന്നുകൂടെ അടിച്ചേ. ഉരുട്ടേ ഒന്ന്. പേനയിലൊന്നും ഇങ്ങനെ ചൊറിഞ്ഞേ. ചൊറിഞ്ഞോണ്ടിരിക്കുക. നല്ലോണം ഒന്ന് വലിച്ചൊന്ന് എഴുതിയേ. അല്ലെ ഇതിന്റെ മേളിൽ എഴുതാൻ പറ്റുമോ? ഇതിന്റെ മുകളിലാ. സോപ്പ് മാത്രം ഒരു നിലത്തിട്ട്, നിലത്തെന്ന് വെച്ചാൽ ടേബിളില് ഊരി കേട്ടോ. അതിന്റെ റീഫിലർ ഒന്ന് ഊരിയേ. റീഫിലർ ഊരിയിട്ട് ഇതിനകത്ത് എഴുതണം. റീഫില്ലർ വെച്ച് എഴുതണോ? റീഫിലർ ഊരിയിട്ട് ഇതിനകത്ത് എഴുതണം. അത് ചെയ്യുന്ന നോക്കണം കേട്ടോ. അത് ഉള്ളു. ഇത്രയും കട്ടിയുള്ള റീഫിലർ എഴുതേ. മതിയാ, വളഞ്ഞു വളഞ്ഞു പോകുന്നു. റീഫിലറോ?
ഇത് പേന കണക്കിരിക്കുന്ന വേറെന്തോ ആണ്. പേന വെച്ചൊന്ന് കുത്തിയ ഈ തെർമോക്കോളില് കുത്തി. ഗൈസ് ഞാൻ ഉറപ്പിച്ചത് പേന തന്നെയാന്ന് തോന്നുന്നു. പേന അല്ല, പെൻസിലും അല്ല, ക്രയോൺ. സ്കെച്ച്. എന്തോ പൊക്കി കാണിച്ച്. ഓ എടി കള്ളി. അപ്പൊ ഇതിനകത്ത് ആരാ ജയിച്ചത്? രണ്ട്. ഇത് തോറ്റ്. ഞാൻ പറഞ്ഞ തോറ്റ്. ഞാൻ പറഞ്ഞ ഇത് പേന അല്ലെന്ന് പറഞ്ഞു. ഞാൻ അല്ലാന്ന് പറഞ്ഞേ. ഓ ഞാൻ പേന ആണെന്ന് പറഞ്ഞ. ഇത് കരിയാ. ഫസ്റ്റ് ഞാൻ ഗൈസ്. ഫസ്റ്റ് കിട്ടിയ എനിക്ക് 500 രൂപ ക്യാഷ് പ്രൈസ്. ഇല്ല, ഫസ്റ്റ് കിട്ടിയ അസ്നാക്ക് ഒരു സമ്മാനം. താങ്ക്സ്. തേച്ച് പഠിച്ചോ. ഇതേപോലത്തുള്ള അടിപൊളി ചലഞ്ചസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അതുവരെ വെയിറ്റ് ചെയ്യുക. ബൈ.